അമേരിക്കയിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് ദിശാബോധം നൽകി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ ലഭ്യമാകുന്ന നവ്യ ജീവിതാനുഭവത്തിലേക്കും സ്വഭാവശുദ്ധിയിലേക്കും ധാർമ്മിക മൂല്യങ്ങളിലേക്കും വശ്യമായ ശുഭാപ്തി വിശ്വാസത്തിലേക്കും ആനയിച്ച മഹൽ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ചാർലി. പ്രിയ YC ആൻഡ് ആൽഫ ജനറേഷൻസ്, ഇപ്പോഴത്തെ പുതിയ തലമുറകളോട് കഴിഞ്ഞ സെപ്റ്റംബർ 10 അമേരിക്കയിൽ വധിക്കപ്പെട്ട ചാർലി കിർക്ക് എന്ന ആ യുവ നേതാവിനെ കുറിച്ച് ഉള്ള ഒരു അനുസ്മരണമാണ് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ചാർലിയെ വധിക്കാമെങ്കിലും അദ്ദേഹം നൽകിയ സന്ദേശത്തെ തമസ്കരിക്കാനാവില്ല. 2025 സെപ്റ്റംബർ 10 അമേരിക്കയിൽ യൂട്ട വാലി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളോട് സംവാദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ചാർലി കിർക്കിന് 22 വയസ്സുള്ള ടൈലർ ജെയിംസ് റോബിൻസൺ വെടിവെച്ചു കൊന്നത്. അരിസോണയിലെ ഗ്ലെൻഡെയിലിൽ 2025 സെപ്റ്റംബർ 21 ചാർലി കിർക്കിന്റെ സ്മരണാർത്ഥം ആദരാഞ്ജലികൾ അർപ്പിക്കാൻ പതിനായിരങ്ങളിൽ കൂടിയിരുന്നു. 2025 സെപ്റ്റംബർ 23 ചൊവ്വാഴ്ച മലയാള മനോരമ ഈ യോഗത്തിന്റെ റിപ്പോർട്ട് പത്രത്തിന്റെ 7-ാം പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഞാനും വായിച്ചിരുന്നു. കൊലയാളിയോട് ക്ഷമിച്ച് ചാർലി കിർക്കിന്റെ ഭാര്യ എന്നായിരുന്നു തലക്കെട്ട്. മനോരമ പത്രത്തിൽ എഴുതിയത്, തീവ്ര വലതുപക്ഷ നിലപാടുകളുടെ പേരിൽ വിവാദ നായകനായ ആക്ടിവിസ്റ്റ് ആയിരുന്നു കിർക്ക്. ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകളെ ശക്തമായി പിന്തുണച്ചിരുന്നു എന്നൊക്കെ. ഒരുപക്ഷെ ഈ ന്യൂസ് റിപ്പോർട്ട് എഴുതിയ പത്രപ്രവർത്തകൻ തന്റെ മഞ്ഞക്കണ്ണാടിയിലൂടെ മാത്രമാണ് കിർക്കിനെ മനസ്സിലാക്കിയിട്ടുള്ളൂ. തീവ്ര വംശീയ ആശയങ്ങൾ പ്രചരിപ്പിക്കാനാണ് 2012 ടേണിംഗ് പോയിന്റ് USA എന്ന സംഘടന കിർക്ക് സ്ഥാപിച്ചതെന്നാണ് മനോരമ പത്രത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. ജോസഫ് ഗീബൽസിന്റെ തന്ത്രം ഒരു നുണ 1000 തവണ ആവർത്തിച്ചാൽ സത്യമായി തീരുമെന്നുള്ളത് ലോകത്തിലെ പ്രബുദ്ധരായ യുവത പുച്ഛിച്ചു തള്ളുമെന്ന് ആമുഖമായി ഞാൻ പറയട്ടെ. അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാർ, ട്രാൻസ്ജെൻഡർമാർ, ഫെമിനിസ്റ്റുകൾ എന്നിവർക്കെതിരെ ശക്തമായ നിലപാട് അദ്ദേഹം എടുത്തിട്ടുള്ളത് ഒരു വസ്തുതയാണ്. If, let's say, if I would come up here and say, like, I'm an illegal immigrant and I'm here trying to debate you, would you call ICE? I mean, Tom Homan would probably see the video and you would probably go back to your true country. Okay. Yeah. I mean, that's how it works, right? But let me just ask you a question. In your ideal, you're king. What's your name, sorry? I'm Claudio, sir. Yeah, Claudio. And this is just a thought exercise, but it's very revealing. You are king, and you find out that there are 30 million uninvited people in your country. What do you do with them? Oh, in this case, I try to find the most humane way of sending him back to our country. But first of all, I want to say that's what we're doing. Wait, let me just say something. That's what we're doing. Let me just say King something. Claudio. Yeah. Long live the king. Bro, I'm not a dictator at all. But of course, I'm saying it's a helpful thought exercise. I get it. And all I'm saying is, അനധികൃത കുടിയേറ്റക്കാരെ ഒരു രാജ്യവും അംഗീകരിക്കില്ല. യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും അല്ലേ ഭൂരിഭാഗം അനധികൃത കുടിയേറ്റങ്ങൾ നടക്കുന്നത്? ഈ രാജ്യങ്ങളിലെ ജനാധിപത്യ സംവിധാനത്തിന്റെ മഹനീയതയും വ്യക്തി സ്വാതന്ത്ര്യവും മാനുഷിക ധാർമ്മിക മൂല്യങ്ങളും ആനുകൂല്യങ്ങളും വികസിത രാജ്യങ്ങളെന്ന നിലയിൽ ലഭ്യമാകുന്ന എല്ലാവിധമായ സൗകര്യങ്ങളും കരഗതമാക്കുകയല്ലേ ഈ കുടിയേറ്റത്തിന്റെ പിൻപിലുള്ള ചേതോവികാരം? ഏതെങ്കിലും അറേബ്യൻ രാജ്യങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പ്രസ്താവിച്ച ഗുണഗണങ്ങൾ അവകാശപ്പെടാനാകുമോ? അവിടെയൊക്കെ ജോലിയെടുത്ത് താമസിക്കുന്ന ഇന്ത്യക്കാർക്കോ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലെ പൗരന്മാർക്കോ ഈ രാജ്യങ്ങളിൽ സ്ഥിരതാമസത്തിന് ആഗ്രഹിച്ചാൽ അനുവാദം ലഭിക്കുമോ? ചില അറേബ്യൻ രാജ്യങ്ങളിൽ ഇതര താമസക്കാരുടെ ആരാധനാലയങ്ങൾ അനുവദിക്കുകയില്ലത്രേ. അപ്പോൾ മറ്റ് രാജ്യങ്ങളിലുള്ളവർക്ക് ഈ രാജ്യങ്ങളിൽ കുടിയേറ്റം സ്വപ്നം കാണാൻ പോലും ആവില്ല. എന്നാൽ പടിഞ്ഞാറൻ രാജ്യങ്ങളിലെല്ലാം മോസ്കുകളും ക്ഷേത്രങ്ങളും കൂണോ പുല്ലോ പോലെ മുളയ്ക്കുകയും വളരുകയും ചെയ്യുന്നുണ്ട്. അമേരിക്ക, കാനഡ തുടങ്ങിയ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഇന്ത്യയിൽ നടക്കുന്നത് പോലെ അമ്പലങ്ങളിൽ പൂജകളും ഘോഷയാത്രകളും താലപ്പൊലിയും ചെണ്ടകൊട്ടും ബാങ്ക് വിളികളും
മതപ്രചരണങ്ങളും അനുസൂതം നടന്നു വരികയാണ്. ഈ രാജ്യങ്ങളിലൊന്നും മതവിശ്വാസത്തിന്റെ പേരിലോ ആചാരങ്ങളുടെയോ അനുഷ്ഠാനത്തിൻ്റെയോ ആഘോഷങ്ങളുടെയോ പേരിൽ ആക്രമണമോ മോസ്കുകളോ ക്ഷേത്രങ്ങളോ തകർക്കുകയോ ചെയ്യുന്ന ഏതെങ്കിലും സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കാനാവുമോ? ഒരുപക്ഷെ അത്യപൂർവമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. നേരെ മറിച്ച് ഉത്തരേന്ത്യയിലോ അറേബ്യൻ നാടുകളിലോ ഞാൻ മുൻപ് പ്രസ്താവിച്ച ആചാരങ്ങളോ ആഘോഷങ്ങളോ ക്രിസ്ത്യാനികൾ ചെയ്താൽ എന്താണ് സംഭവിക്കുക? അഥവാ അനന്തരഫലം എന്തായിരിക്കും? ഇന്ന് ഉത്തരേന്ത്യയിൽ നടമാടുന്ന ഗുരുതരമായ ക്രൂരമായ ക്രിസ്തീയ പീഡനം തീവ്ര വംശീയ ആശയങ്ങൾ അധിഷ്ഠിതമല്ലേ? അടുത്ത നാളിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പൗരത്വ ബില്ല് അനധികൃത കുടിയേറ്റം തടയാനല്ലേ? RSS, ബജറംഗ് ദൾ, VHP തുടങ്ങിയ തീവ്ര വർഗീയ പ്രസ്ഥാനങ്ങളുടെ ഹിന്ദുത്വ അജണ്ട ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാക്കണമെന്നും ക്രിസ്തീയ വിശ്വാസികളെയും പാസ്റ്റർമാരെയും സുവിശേഷകരെയും ഉപദ്രവിക്കുക മാത്രമല്ല അവരുടെ പള്ളികളും പ്രാർത്ഥനാലയങ്ങളും കൂടി തകർക്കുക എന്നതുമല്ലേ? അമേരിക്കയിലെ ചാർലി കിർക്ക് സ്ഥാപിച്ച ടേണിംഗ് പോയിന്റ് USA മറ്റു മതസ്ഥരെ, കുടിയേറ്റക്കാരെ, ട്രാൻസ്ജെൻഡർമാരെ, ഫെമിനിസ്റ്റുകളെ ആക്രമിച്ചു എന്നുള്ള ഒരു ഉദാഹരണമെങ്കിലും മലയാള മനോരമ പത്രത്തിനോ എൻ്റെ ചില പുരോഗമനവാദികളായ സ്നേഹിതർക്കോ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിത്യവും നടക്കുന്ന ക്രിസ്തീയ പീഡനത്തെ സംബന്ധിച്ച് ഇവിടുത്തെ പ്രചുരപ്രചാരമുള്ള എത്ര പത്രങ്ങളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്തിടെ കത്തോലിക്ക സിസ്റ്റർമാർ നേരിട്ട പ്രശ്നം ഇന്ത്യയിലെ മീഡിയ ഉയർത്തിപ്പിടിച്ചുവെന്നത് ഒരു അപവാദം മാത്രമാണ്. ചാർലി കിർക്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ സെപ്റ്റംബർ 23 മനോരമയിൽ പ്രസിദ്ധീകരിച്ച വാർത്തയെക്കുറിച്ച് ഞാൻ മനോരമയ്ക്ക് ഒരു ഇമെയിൽ അയച്ചെങ്കിലും ഇതുവരെ ഒരു മറുപടിയോ പ്രതികരണമോ നൽകിയിട്ടില്ല. സർസിപ്പിയുടെ കാലത്ത് പത്രസ്വാതന്ത്ര്യത്തിനു വേണ്ടി വലിയ വില കൊടുത്ത മനോരമ വായനക്കാരുടെ പ്രതികരണങ്ങൾക്ക് പുല്ലുവില പോലും കൽപ്പിക്കുന്നില്ല എന്നത് ഒരു നഗ്നസത്യമാണ്. ഇന്ന് മധ്യപൂർവേഷ്യയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഉടൻ നിർത്തണമെന്നാഗ്രഹിക്കുന്ന തികഞ്ഞ ഒരു സമാധാനകാംക്ഷിയാണ് ഞാൻ. ഈ യുദ്ധത്തിനും ഇസ്രായേലിനുമെതിരെ അമേരിക്കയിലെയും യൂറോപ്യൻ രാജ്യങ്ങളിലെയും യൂണിവേഴ്സിറ്റികളിലും പട്ടണങ്ങളിലും ആയിരക്കണക്കിന് പ്രതിഷേധങ്ങൾ, റാലികൾ ഇതിനോടകം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ആയതിനെ ഞാനും അംഗീകരിക്കുന്നു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാമിക രാജ്യങ്ങളിൽ ഹമാസിനെതിരെ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തീവ്ര വിരുദ്ധ പ്രസ്ഥാനങ്ങൾക്കോ പ്രതികരിക്കാനോ റാലി നടത്താനോ അനുവാദം നൽകുമോ? ഇനി ആരെങ്കിലും ധൈര്യം സംഭരിച്ച് അങ്ങനെ ചെയ്താൽ എങ്ങനെയായിരിക്കും അവിടുത്തെ പോലീസും ഭരണകൂടവും പ്രതികരിക്കുക? അങ്ങനെയുള്ളവരെ തീർച്ചയായും തുറുങ്കിലടയ്ക്കുകയോ രാജ്യത്ത് നിന്ന് തന്നെ പുറത്താക്കുകയോ ഒരുപക്ഷെ ജീവൻ പോലും അപകടത്തിലാകാനുള്ള സാധ്യതയല്ലേ ഉള്ളൂ. ആർക്കെങ്കിലും ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഹമാസിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാനാവുമോ? എന്തുകൊണ്ടാണെന്നത് പകലുപോലെ വ്യക്തമാണ്. തീവ്ര വർഗീയ നിലപാടാണ് ആ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നത്. പ്രധാനമായും ഇസ്ലാമിക രാജ്യങ്ങളിലുള്ള രാജഭരണ സ്വേച്ഛാധിപത്യ സംവിധാനങ്ങളിൽ പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ ആവാത്ത ശ്വാസം മുട്ടലാണ് അവിടുത്തെ ജനങ്ങൾ നേരിടുന്നത്. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും മുഹമ്മദ് യൂനിസിന്റെ ബംഗ്ലാദേശിലും ഇതര മതസ്ഥരോടുള്ള വൈരം, അക്രമങ്ങൾ പതിവ് കാഴ്ചയാണ്. LGBTQവിന്റെ അഴിഞ്ഞാട്ടം അമേരിക്കയിലെ സാമൂഹ്യ ജീവിതത്തിലും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിലും ഗുരുതരമായ മൂല്യച്യുതികൾക്ക് കാരണമായിട്ടുണ്ട്. ഈ വിനാശകരമായ പ്രവണതകൾക്കെതിരെ ചാർലി ശക്തമായ നിലപാടുകൾ എടുത്തുവെന്നത് ഒരു അമേരിക്കൻ പൗരൻ എന്ന നിലയിൽ ട്രാൻസ്ജെൻഡർമാർക്ക് ഫെമിനിസ്റ്റുകൾക്കുള്ളതുപോലെ ആനുകൂല്യങ്ങളും അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും തനിക്കുമുണ്ടെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. 2023 മെയ് 3 മണിപ്പൂരിലുണ്ടായ വംശീയ കലാപത്തിൽ
200ഓളം ആളുകൾ കൊല്ലപ്പെട്ടു. 10,000-ഓളം ഭവനങ്ങൾ തകർക്കപ്പെട്ടു. 60,000 പേര് റിലീഫ് സെന്ററുകളിൽ ഇന്നും കഴിയുന്നു. അവരുടെ പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ്. 400-ലധികം പള്ളികൾ തകർക്കപ്പെട്ടു. പ്രധാനമന്ത്രി ഈ അടുത്ത നാളിൽ മണിപ്പൂർ സന്ദർശിച്ചെങ്കിലും ഈ പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല. മതപരിവർത്തന നിരോധന ബില്ല് നിലവിലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം ക്രിസ്ത്യാനികൾ നിത്യേന വേട്ടയാടപ്പെടുന്നത് കേവലം മതപരിവർത്തനം നടത്തിയതിന്റെ പേരിലുള്ള അനിഷ്ട സംഭവങ്ങളാണോ? ക്രിസ്ത്യാനികൾക്ക് ബൈബിൾ പിടിക്കാനോ അവരുടെ ഭവനങ്ങളിലോ ആരാധനാലയങ്ങളിലോ പ്രാർത്ഥിക്കാൻ പോലും സാധ്യമല്ലാത്ത വിധം ആക്രമങ്ങൾ, അറസ്റ്റ്, ജയിൽവാസമൊക്കെ നേരിടുന്നത് മതപരിവർത്തനമെന്ന കപടനായത്തിന്റെ മറവിലല്ലേ? ഈ ലോകത്ത് ആരാണ് തീവ്ര വംശീയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത്? ക്രിസ്ത്യാനികൾ മറ്റു മതസ്ഥരെ അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ അടുത്ത നാളിൽ എവിടെയെങ്കിലും ആക്രമിച്ചതോ അവരുടെ ആരാധനാലയങ്ങൾ നശിപ്പിച്ചതോ ആയ എത്ര തെളിവുകൾ ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കും? ചാർലി കിർക്കിനെ വെടിവെച്ചു കൊന്ന ടൈലർ റോബിൻസന് വധശിക്ഷ നൽകുന്നതിന് പ്രോസിക്യൂട്ടർമാർ ആവശ്യപ്പെടുന്നുവെന്നത് ഒരു നെഗറ്റീവ് സെൻസിലാണ് മനോരമ എഴുതിയിട്ടുള്ളത്. അമേരിക്കയിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള 10,000-കണക്കിന് ചെറുപ്പക്കാർക്ക് ദിശാബോധം നൽകി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ ലഭ്യമാകുന്ന നവ്യ ജീവിതാനുഭവത്തിലേക്കും സ്വഭാവശുദ്ധിയിലേക്കും ധാർമ്മിക മൂല്യങ്ങളിലേക്കും വശ്യമായ ശുഭാപ്തി വിശ്വാസത്തിലേക്കും ആനയിച്ച മഹൽ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ചാർലി. കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതത്തിനും ഡ്രഗ്സ്, മദ്യം എന്നിവയുടെ ദുസ്വാധീനങ്ങൾക്കും ദുഷ്പരിചയങ്ങൾക്കും സ്വവർഗരതിക്കും abortion. Why do you believe that abortion has become such a political and dividing issue in specifically the last few years? Well, the repeal of Roe versus Wade for sure is one of the reasons. And secondly, there has been a not so subtle dehumanization movement over the last 60 years that makes it acceptable to crush human beings smaller than you if you so choose. Okay. It's mostly like I believe that the initiative of those beliefs have become more hateful towards women, and I'm just kind of wondering, like, what is the incentive with all of these points? Like, why should we not have the option to choose? Do you have the agency or the choice to murder? Well, yes. There's consequences, but I do have the option. Under the law? No, Okay, technically. so therefore, that's our position. Well, not necessarily. It's more so like in the aspects of when, you know, the mother's life is in danger and, you know, those special circumstances, like why can we not have those options in those situations either? Because no one is inherently going out saying, I just want to kill babies. That's not anyone's point here. Well, yeah, it's more so the point you of... should look at a Planned Parenthood ad. I mean, that's basically what they do. But so less than 0.5% of all abortions have to do with rape, incest, or life of the mother. 99.5% of all abortions have to do with just a form of birth control. It's a last catch option because whatever type of birth control you were using didn't work. Would you want someone who is not necessarily stable or ready to bring a child into this world and provide that child the life it deserves? Would you want them to still bring that child into this Without world? a doubt. Every life has a moral obligation to be able to live. ഒക്കെ അടിമകളായിരുന്ന YC ആൻഡ് ആൽഫ ജനറേഷൻസ് അഥവാ പുതിയ തലമുറകൾക്ക് ക്രിസ്തുവിലൂടെ മനോഹരമായ ജീവിതത്തിലേക്ക് നയിച്ച ദൗത്യമായിരുന്നു ചാർലി നിർവഹിച്ചത്. ഒരുപക്ഷെ ചില വീക്ഷണങ്ങളോ അമേരിക്കയുടെ ദേശീയതയോ രാഷ്ട്രീയ നിലപാടുകളോ അദ്ദേഹത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവാം. കേവലം 31 വയസ്സ് മാത്രമുണ്ടായിരുന്ന ഈ യുവ അപ്പോളജിസ്റ്റ് അമേരിക്കയിലും യൂറോപ്പിലുമുള്ള ദിശാബോധം നഷ്ടപ്പെട്ട യുവതയ്ക്ക് വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീക്ഷയുടെയും നവചൈതന്യം യേശുക്രിസ്തുവിലൂടെ പകർന്നുവെങ്കിൽ ചില ബലഹീനതകൾ പൊറുക്കാവുന്നതല്ലേ ഉള്ളൂ. മനുഷ്യകുലത്തിൽ പിറന്ന ഒരു തെറ്റും ചെയ്യാത്ത വ്യക്തിയെ ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാനാവുമോ? യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ ഇടയിൽ പോലും അങ്ങനെ ഒരാളെ ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ചാർലി കിർക്ക് ഉയർത്തിപ്പിടിച്ച ക്രിസ്തു വിശ്വാസവും ബോധ്യങ്ങളും ദർശനവും അമേരിക്കയിലോ
യൂറോപ്പിലുമുള്ള യുവതയെ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള പുതുതലമുറയ്ക്ക് അദ്ദേഹത്തിന്റെ മരണാനന്തരവും ആവേശം പകർന്നു കൊടുക്കുമെന്നത് അവിതർക്കിതമായ വസ്തുതയാണ്. വെടിയുണ്ടയ്ക്കോ കൊലപാതകം കൊണ്ടോ ഈ ജീവസന്ദേശത്തെ തമസ്കരിക്കാനോ കുഴിച്ചുമൂടാനോ ആവില്ല എന്നത് കഴിഞ്ഞ 2000 വർഷങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. തമസോമാ ജ്യോതിർഗമയ, അസത്യവുമാ സദ്ഗമയ, മൃത്യുവുമാ അമൃതംഗമയ എന്ന് ഭാരതീയ മഹർഷിമാർ നൂറ്റാണ്ടുകളായി പ്രഘോഷിച്ചത് യേശുക്രിസ്തുവിന്റെ സുവിശേഷ സന്ദേശത്തിലൂടെ അന്വർത്ഥമാകുകയാണ്. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, മരണത്തിൽ നിന്നും അമർത്യതയിലേക്ക് ഞങ്ങളെ നയിച്ചാലും എന്നാണ് അവർ ആഗ്രഹിച്ചത്, പ്രാർത്ഥിച്ചത്. ചാർലി പകർന്നു നൽകിയ ക്രിസ്തുവിലൂടെയുള്ള വെളിച്ചം, സത്യം, അമർത്യത അഥവാ നിത്യജീവിതം ഇന്നും യുവ ജീവിതങ്ങൾക്ക് ആവേശം പകരുന്നതാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.